Greetings from Kindergarten at Bethesda in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എപ്പിഫനിയാണ് നാം ഇന്ന് സ്മരിക്കുന്നത്. യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നു ജാതികൾക്ക്. മാനിഫെസ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ജെൻറ്റൈൽസ്. ഈ മാനിഫെസ്റ്റേഷന് ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ് എപ്പിഫനി. ഇതൊരു പ്രാചീന ഗ്രീക്ക് വാക്കാണ്. യോർദാൻ നദിയിലെ സ്നാനത്തിന് ശേഷം ഇരുളിലും മരണനിഴലിലും ഇരുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമായി ആ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നവനായ യേശുവിനെയാണ് നാം കാണുന്നത്. നസ്രയത്ത് വിട്ട് ജാതികളുടെ ഗലീല എന്നറിയപ്പെടുന്ന സെബുലൂൻ്റെയും നഫ്താലിയുടെയും പ്രദേശങ്ങളിലേക്കാണ് യേശു പോയത്. അവിടെ യഹൂദന്മാരെ കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നു പാർക്കുന്ന ധാരാളം ജനങ്ങളുണ്ടായിരുന്നു, ജാതികൾ. ഈ പ്രദേശങ്ങൾ വിയാ മാറിസ് എന്നറിയപ്പെട്ടു. വേ ടു ദ സീ. ഗലീല കടലിലേക്കും മെഡിറ്ററേനിയൻ കടലിലേക്കുമുള്ള ട്രേഡ് റൂട്ടുകളായിരുന്നു അവ. ആ ജനങ്ങൾക്ക് വെളിച്ചമായി, സത്യവെളിച്ചമായി യേശുക്രിസ്തു അവിടെ വന്നു. അവൻ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. യേശു നസ്രയത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാരെ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു ക്രിസ്തു തൻ്റെ വേല ഈ ഭൂമിയിൽ നിവർത്തിക്കുവാനായി പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും എല്ലാം വിളിക്കുകയാണ്. തൻ്റെ ശിഷ്യരായി അവരെ യേശു ആക്കിത്തീർത്തു. ഇവിടെ നാം വായിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് യേശു ക്രിസ്തു പ്രസംഗിച്ചത്. ഈ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് എന്താണോ ചെയ്തത്, അവൻ ചെയ്ത ആ രക്ഷണീയ പ്രവൃത്തി, അത് നാം ഏറ്റെടുക്കുകയും ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആത്മീയമായ ആ അവസ്ഥയാണ് നമുക്കുള്ളത്. നാം ആത്മാവിൽ ആ സ്വർഗരാജ്യത്തിലാണ് വസിക്കുന്നത്. ഈ സ്വർഗരാജ്യത്തിൻ്റെ കാണുന്നത് പോലെയുള്ള ആ വരവ്, അതായത് ആക്ഷരികമായി
ഈ ഭൂമിയിലേക്ക് വരുന്നത്, ഈ ഭൂമിയിൽ ആ രാജ്യം സംസ്ഥാപിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് നാം ഇന്ന് കാത്തിരിക്കുന്നത്. അങ്ങനെ നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? പ്രത്യേകിച്ചും ഈ പുതിയ വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും നാം ജീവിക്കേണ്ടത്? നാം പലപ്പോഴും വിചാരിക്കും, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമുക്ക് വിജയം നൽകുന്നു, രോഗസൗഖ്യം നൽകുന്നു, എല്ലാ നന്മകളാലും നിറയ്ക്കുന്നു. എന്നാൽ നാം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ തുടർന്ന് ജീവിക്കുമ്പോൾ വീണ്ടും ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാനായി അവനിൽ തന്നെ ആശ്രയിക്കുവാൻ നാം മറന്നുപോകുന്നു. നമുക്ക് ഒരു തരത്തിലുള്ള അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നു, കംപ്ലൈസൻസി. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഈ അപകടത്തിൽ ചെന്ന് ചാടിയ ഒരുവനെപ്പറ്റി നമുക്ക് പഠിക്കാം പഴയ നിയമത്തിൽ നിന്നും. യഹൂദ രാജാവായിരുന്ന ആസ ആയിരുന്നു അത്. ക്രിസ്തുവിന് മുമ്പ് ഉദ്ദേശം 911 മുതൽ 870 വരെയുള്ള വർഷങ്ങളിൽ കിങ്ഡം ഓഫ് ജൂദ ഭരിച്ചിരുന്ന രാജാവ്. നീണ്ട 41 വർഷക്കാലം ആസ രാജാവായിരുന്നു. ഇക്കാലയളവിൽ കിങ്ഡം ഓഫ് ഇസ്രയേലിൽ 7 രാജാക്കന്മാർ വന്നുപോയിരുന്നു. ആസ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. ദൈവാശ്രയമുള്ളവനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. തൻ്റെ ജനത്തെ ആത്മീകമായി ഉയർത്തുവാൻ ദേശത്ത് വളരെയധികം പരിഷ്കാരങ്ങൾ ചെയ്തവനായിരുന്നു. രാജാവായ ആസയെപ്പറ്റി നാം അറിയുന്നത് 1 Kings chapter 15, അതുപോലെ 2 Chronicles chapters 14, 15 and 16. ആസയെപ്പറ്റി അല്പമായി നമുക്ക് നോക്കാം. ആസയുടെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ആസ തന്നെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. ജനത്തോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവൻ്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായകയാലും അവൻ യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദരോട്, നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു. ആസയ്ക്ക് വൻപരിചയും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിച എടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീനരുമുള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. അങ്ങനെയിരിക്കെ എത്യോപ്യൻ രാജാവായ സേരാർ 10,00,000 ആളും 300 രഥവും ഉള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. ആസ അവൻ്റെ നേരെ പുറപ്പെട്ടു. അവർ സെഫാഥ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ആസയെ സംബന്ധിച്ചിടത്തോളം എത്യോപ്യൻ രാജാവിനേക്കാൾ സൈന്യബലം കുറവാണ്. എത്യോപ്യൻ രാജാവിന് 10,00,000 ആൾക്കാരുള്ള സൈന്യമാണുള്ളത്. അതുപോലെ 300 രഥമുണ്ട്.
ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ എത്യോപ്യൻ രാജാവിനെയും സൈന്യത്തെയും തോൽക്കുമാറാക്കി. അവർ ഓടിപ്പോയി. ആസയും അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ പിന്തുടർന്നു. എത്യോപ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി. അവർ യഹോവയുടെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പാകെ നശിച്ചുപോയി. അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടു പോന്നു. ഇവിടെ ആസ രാജാവിന് സൈന്യബലം കുറവായിരുന്നിട്ടും ആസ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് ദൈവം അവന് ജയം നൽകി. അതാണ് നാം കണ്ടത്. തുടർന്ന് നാം വായിക്കുന്നു, അനന്തരം അസര്യാവ് എന്ന പ്രവാചകന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ആസായും എല്ലാ യഹൂദ്യരും ബെന്യാമീനരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇപ്പോൾ ഇസ്രായേൽ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതെ വണ്ണം ദേശനിവാസികൾക്ക് ഒക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്ത് കളഞ്ഞു. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ആസ ഈ വാക്കുകളും പ്രവാചകൻ്റെ പ്രവചനവും കേട്ടപ്പോൾ ധൈര്യപ്പെട്ടു. ദേശത്തു നിന്നൊക്കെയും എഫ്രൈം മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു. പിന്നെ അവൻ എല്ലാ യഹൂദരെയും ബെന്യാമീനരെയും കൂട്ടിവരുത്തി. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരൂശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ ദൈവത്തിന് യാഗം കഴിച്ചു. പിന്നെ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളത്തോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. എല്ലാ യഹൂദരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ആസ രാജാവ് തൻ്റെ വലിയമ്മയായ മഖയെയും അവൾ അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. അവളുടെ മ്ലേച്ഛ വിഗ്രഹം ആസ വെട്ടിത്തകർത്ത് കിദ്രോൻ തോട്ടിങ്കിൽ ചുട്ടുകളഞ്ഞു. ആസയുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായില്ല.
ഇവിടെ നാം കണ്ടത് ആസ ദൈവത്തോടൊപ്പം ദൈവത്തിനോട് അരുളപ്പാട് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവനോട് പറഞ്ഞതൊക്കെയും അനുസരിച്ച് ജനത്തെ ആത്മീയമായി ഉണർത്തുവാൻ വിഗ്രഹങ്ങളെയെല്ലാം നീക്കിക്കളഞ്ഞു. സത്യദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവരെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ഈ രാജാവിൻ്റെ 35-ാം വർഷം വരെ ദേശത്ത് യുദ്ധം ഉണ്ടായില്ല എന്നാണ് നാം വായിച്ചത്. അതായത് ദൈവത്തോടെപ്പോൾ ചേർന്നിരിക്കുമോ അപ്പോൾ ദൈവം അവരെ സഹായിക്കും. ദൈവാശ്രയത്തോടെ ദൈവകൽപ്പനകളനുസരിച്ച് രാജാവായ ആസ ജനത്തെ ഭരിച്ചതുകൊണ്ട് തൻ്റെ വാഴ്ചയുടെ 35 വർഷക്കാലം കിങ്ഡം ഓഫ് ജൂദ സ്വസ്ഥത അനുഭവിച്ചു. അവിടെ സമാധാനമുണ്ടായിരുന്നു, യുദ്ധമുണ്ടായിരുന്നില്ല. 36-ാം സംവത്സരമായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ആസയുടെ സ്വഭാവം മാറി. 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 16 നാം വായിക്കുന്നത്, കിങ്ഡം ഓഫ് ഇസ്രായേലിൻ്റെ രാജാവായ ബയശ ആസയ്ക്ക് നേരെ യുദ്ധത്തിന് വരുന്നു. പെട്ടെന്ന് ആസ സിറിയൻ രാജാവായ ബെൻഹദദിനെ കൂട്ടുപിടിക്കുന്നു. ബെൻഹദദിനോട് പറഞ്ഞു, ബയശയുമായുള്ള നിൻ്റെ സഖ്യം ഉപേക്ഷിക്കണം, എന്നോട് സഖ്യം കൂടണം, ഞാൻ നിനക്ക് പൊന്നും വെള്ളിയുമെല്ലാം കൊടുത്തയക്കാമെന്ന്. വലിയ തെറ്റാണ് ആസ ചെയ്തത്. ദേവാലയത്തിലെ പൊന്നും വെള്ളിയുമെല്ലാം എടുത്ത് സിറിയൻ രാജാവായ ബെൻഹദദിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് ബയശയ്ക്ക് നേരെ യുദ്ധത്തിന് ചെല്ലുകയാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? ബെൻഹദദ് ആസ രാജാവിൻ്റെ വാക്ക് കേട്ട് തൻ്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. കുറേ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. ബയശ പണിതുണ്ടാക്കിയതെല്ലാം പൊളിച്ച് അതിൻ്റെ കല്ലും മരവും എല്ലാം എടുത്തു കൊണ്ടുപോയി. പെട്ടെന്ന് ദൈവം ഇടപെടുകയാണ്. ദൈവം പ്രവാചകനെ അയച്ചു. ദർശകനായ ഹനാനിയെ ദൈവം അയക്കുകയാണ്. ഹനാനി ആസാ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, നീ നിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ സിറിയൻ രാജാവിൽ ആശ്രയിക്കൊണ്ട് സിറിയൻ രാജാവിൻ്റെ സൈന്യം നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. പിന്നെ പണ്ടത്തെ കാര്യം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എത്യോപ്യക്കാർ നിൻ്റെ നേരെ അനവധി രഥങ്ങളും കുതിരച്ചേവകരോടും എല്ലാം ഒരു വലിയ സൈന്യമായി യുദ്ധത്തിന് വന്നപ്പോൾ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നിൻ്റെ സൈന്യത്തെക്കാൾ വലിയ സൈന്യമായിരുന്നു എത്യോപ്യൻ സൈന്യം. അപ്പോൾ നീ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുവാൻ ദൈവം നിന്നെ സഹായിച്ചു. ഇപ്പോൾ നീ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആരെയാണ്? ദേവാലയത്തിലെ പൊന്നും വെള്ളിയുമെല്ലാം എടുത്ത് സിറിയൻ രാജാവായ ബെൻഹദദിന് കൊടുത്ത് അവനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. നീ ചെയ്തത് തെറ്റായിപ്പോയി. ഈ ദർശകൻ പറയുകയാണ്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് നീ പ്രവർത്തിച്ച ഭോഷത്വം കണ്ടു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. അപ്പോൾ ആസ ദർശകനോട് കോപിച്ചു, അവനെ കാരാഗൃഹത്തിലാക്കി. ഈ കാര്യനിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായിരുന്നു. ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവിടെയും അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു.
തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. തന്നോട് ദർശനം പറയുവാൻ വന്ന ആ ദർശകനായ ഹനാനിയെ ഈ ആസാ രാജാവ് കാരാഗൃഹത്തിലാക്കി. അതുപോലെ തൻ്റെ ജനത്തിൽ ചിലരെ അവൻ പീഡിപ്പിക്കുകയും ചെയ്തു. തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ 39-ാം ആണ്ടിൽ ഈ ആസയുടെ കാലിന് ഒരു വലിയ വ്യാധി പിടിച്ചു. ആ വ്യാധി വന്നപ്പോഴും അവൻ ദൈവത്തെ അല്ല അന്വേഷിച്ചത്, വൈദ്യന്മാരെയാണ് അന്വേഷിച്ചത്. ഈ വ്യാധിയിൽ ആസാ രാജാവ് മരിച്ചുപോയി തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ. പ്രിയ സഹോദരങ്ങളെ, 35 വർഷക്കാലം ദൈവത്തിൽ ആശ്രയിച്ചു. കുറച്ച് സമയം ദൈവത്തിൽ ആശ്രയിച്ചില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിലുള്ള ആ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, അത് സ്ഥിരമായിരിക്കണം. ഇന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും, അതിൽ നാം അമിത സംതൃപ്തി അടയരുത്. അമിത ആത്മസന്തോഷം അത് ആപത്താണ്. അത് കംപ്ലേസൻസിയിലേക്ക് നമ്മളെ നയിക്കും. കൂടുതൽ കൂടുതൽ ആർജിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം കൂട്ടാക്കാതെ ഇരിക്കും. ഇത്രയും നാൾ നടന്നതുപോലെ ഇനിയും അങ്ങ് നടക്കും എന്നാണ് നാം ഓർക്കുന്നത്. പക്ഷേ ആസാ രാജാവിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നീ എത്ര നല്ലവനായിരുന്നാലും, നീ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് 35 വർഷക്കാലം ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് രാജ്യത്തിന് വേണ്ടി ചെയ്തത്, ജനത്തെ സത്യദൈവത്തിങ്കിലേക്ക് തിരിപ്പിക്കുവാൻ വേണ്ടി നീ എന്തെല്ലാം പ്രവർത്തികൾ അവിടെ ചെയ്തു. അതെല്ലാം വിജയമായിരുന്നു. പക്ഷേ ഒടുവിൽ നീ എന്താണ് ചെയ്തത്? നീ ദൈവത്തിൽ ആശ്രയിച്ചില്ല. ഇത് തന്നെയാണ് ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും നാമും കൈക്കൊള്ളേണ്ടത്. നമുക്ക് ദൈവം കരുണ കാണിക്കും, നമ്മോട് കരുണ കാണിക്കും, നമുക്ക് വേണ്ടതെല്ലാം നൽകും, സ്വസ്ഥത തരും, സമാധാനം തരും, ഉറക്കം തരും. പക്ഷേ അപ്പോഴെല്ലാം നാം ദൈവത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദൈവമാണ് എനിക്കിത് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധം ആ സമയം നമുക്കുണ്ടായിരിക്കണം. അതായത് വെറുതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ല ഇത്. ദൈവം തരുന്നതാണ് എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അവന് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. അല്ലാതെ ഇതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും തെറ്റിലേക്ക് പോവുകയല്ല വേണ്ടത്. ഇത് താനേ ഒഴുകി വന്നുകൊള്ളും. ഇത്രയും വർഷം കിട്ടിയല്ലോ, 35 വർഷം കിട്ടിയല്ലോ, 40 വർഷം കിട്ടിയല്ലോ, 50 വർഷം കിട്ടിയല്ലോ, ഇനിയും അത് കിട്ടിക്കൊണ്ടേയിരുന്നോളും. ദൈവമെല്ലാം മറന്നുപോയി, താൻ തന്നിരിക്കുന്നത് പിന്നെ തന്നുകൊണ്ടിരിക്കുക എന്ന് നാം ഓർക്കും. പക്ഷേ അത് തെറ്റാണ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് അവന് നന്ദി പറയണം. ദൈവമാണ് നമ്മെ നടത്തുന്നത്. കൂടുതൽ കൂടുതൽ അവനിൽ ആശ്രയിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കൃപ നമ്മിലേക്ക് ഒഴുകി വരും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനം വരെയും അതിനുശേഷവും നാം ജീവനോടെ ഭൂമിയിലായിരിക്കുന്ന കാലത്തൊക്കെയും ദൈവത്തിലെ ആശ്രയം നാം മുറുകെ പിടിക്കണം. ഓരോ നിമിഷവും അത് കൂടിക്കൂടിയാണ് വരേണ്ടത്. ഒരിക്കൽ പോലും അത് നിർത്തിക്കൂടാ. അവിടെ നാം അലംഭാവം കാണിച്ചുകൂടാ. അമിതമായ ഒരു തൃപ്തി, ഒരു സംതൃപ്തി, അത് അപകടമാണ്. നാം കംപ്ലേസൻ്റ് ആയിക്കൂടാ. അതാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ,
ഒരു നല്ല തുടക്കം, ഒരു നല്ല പരിസമാപ്തി ഒരിക്കലും ഉറപ്പ് തരില്ല. എ സ്ട്രോങ് സ്റ്റാർട്ട് ഡസ് നോട്ട് ഗ്യാരണ്ടി എ സ്ട്രോങ് ഫിനിഷ്. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ കിരീടം പ്രാപിക്കുന്നത് ഓട്ടത്തിൻ്റെ തുടക്കത്തിലല്ല, ഇടയ്ക്ക് വെച്ചുമല്ല, അവസാനമാണ്. കർത്താവിനോടൊപ്പം നിത്യത ചെലവിടുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്തോറും വളരെയധികം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ വിശ്വസ്തതയുമാണ് നമുക്ക് ആശ്രയം. Forever, O Lord, your love endures. Your faithfulness stands through the skies. Forever, O Lord, your love endures. Your faithfulness stands through the skies. You rule the seas and the waves are still. Your mighty arm lifts us high. Great is your faithfulness, firm is your throne. Righteousness and love make your ways known. Thus far, O Lord, you have helped us through. Forever your faithfulness, steadfast and true. The heavens declare your wonders, Lord. The stars on the earth are your own. You made a covenant firm and sure, the promise to David's throne. Great is your faithfulness, firm is your throne. Righteousness and love make your ways known. Thus far, O Lord, you have helped us through. Forever your faithfulness, steadfast and true. Who is like you, O God above? Mighty in power, endless in love. Your steadfast care will never fail. Your holy covenant will prevail. Great is your faithfulness, firm is your throne. Righteousness